ഗൈസ് അപ്പം നമ്മൾ റൂം എടുത്തു ഗൈസ്. ദേ കാണിച്ചു തരാം ഗൈസ്. ദേ റൂം ഇതാണ്. ബാഗൊക്കെ അവിടെ വെച്ചു. എൻ്റെ അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. നേരെ ഞാൻ ബെഡിലേക്ക് ചാടി. എന്ത് സുഖം. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി ഗൈസ്. ഭയങ്കര ക്ഷീണമായിരുന്നു. അച്ഛൻ്റെ സൈറ്റിലെല്ലാം പോയി. ആകെ കൂടെ ക്ഷീണമായിരുന്നു. പിന്നെ റൂം എടുത്തു, ഇറങ്ങി സുഖം. അപ്പം ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ട്രിപ്പല്ല, ഒരു അവിടെ സ്ഥലം കാണാൻ പോകാനാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ടെമ്പിളിലാണ് പോകുന്നത്. ഞാൻ നോക്കുന്നത് ഒരു ഗുലാം ജാമാണ് ഗൈസ്. ഭയങ്കര മധുരമായിരുന്നു. നേരെ നമ്മൾ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് പക്ഷേ ഇത് നമ്മുടെ ഇവിടെ സ്ഥലം കറങ്ങാൻ പോവുകയാണ് ഗൈസ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ ഇതാണ് ഗൈസ് വൈഷ്ണവി ടെമ്പിൾ ഗൈസ്. ഇതാണ് വൈഷ്ണവി ടെമ്പിൾ ഗൈസ്. ദേ ഉള്ളിലേക്ക് പോയി കാണിച്ചു തരാം ഗൈസ്. പക്ഷേ ഒരു കാര്യം പറ്റി ഗൈസ്. എന്ന് പറഞ്ഞാൽ മൊബൈൽ അകത്തേക്ക് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആകെ കൂടെ സാഡായി ഗൈസ്. അതുകൊണ്ട് ആ വിഷമം തീർക്കാൻ വേണ്ടി നമ്മൾ നേരെ വേറൊരു ടെമ്പിളിലേക്ക് പോകുന്നു ഗൈസ്. ദേ പ്രസാദമായി കിട്ടിയ ലഡു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അടുത്ത ടെമ്പിളിലേക്ക് കയറുകയാണ് ഗൈസ്. ദേ അടുത്ത ടെമ്പിൾ. ഇതിൽ മൊബൈലൊക്കെ കയറ്റാമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ കയറ്റുകയാണ്. ദേ കണ്ടോളൂ പ്രതിമകൾ പ്രതിമ. അങ്ങനെ ഞങ്ങൾ നേർച്ചെടുക്കാൻ വേണ്ടി ക്യൂയിൽ നിൽക്കുകയാണ് ഗൈസ്. കഷ്ടപ്പെട്ട് ഞാൻ അവിടം വരെ എത്തി ഗൈസ്. ക്യൂയിൽ നിൽക്കുകയാണ് ഞാൻ. രണ്ട് ആനക്കുട്ടന്മാർ ഗൈസ്. രണ്ടെണ്ണമുണ്ട്. ഗൈസ് ഇതെന്താണെന്ന് മനസ്സിലായോ? കണ്ടിട്ട് ഒറിജിനൽ പോലില്ല ഗൈസ്. നോക്കൂ, ഇയാളാണിത്. കാണിച്ചരാം ഗൈസ്. കണ്ടോ? പിന്നെ ഒരു വലിയൊരു കൊട്ടാരമുണ്ട്. ജിംടങ്കാച്ചി കൊട്ടാരം. അത് ആ ചേട്ടനെന്ന് വെച്ചാൽ കസേരയാണ്. അപ്പൂപ്പനെന്ന് വെച്ചാൽ കണ്ടോ? ഇതായത് ദൈവമെന്ന് അറിയില്ല ഗൈസ്. കാള ഗൈസ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാളനെ കാണാൻ പോയപ്പോൾ ഞാൻ ചണക്കത്തി ചവിട്ടി ഗൈസ്. ഞങ്ങൾ വീട്ടിലെത്തി നൂഡിൽസ് കഴിച്ചു ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുമുള്ളൂ. ഞാൻ ബാക്കി പകുതിയായിട്ട് പിന്നെ വരാം ഗൈസ്.